ഗൈസ്, അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കാൻ വേണ്ടി പോകണം. കുടിച്ച് നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം ഇപ്പോൾ തന്നെ പറയാം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കിഡിലൻ മാസ് ഗെയിനർ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 550 കാലോറി വരുന്ന നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് കിഡിലുമായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ മാസ് ഗെയിനർ ഷെയ്ക്ക് ആയിരിക്കും നമുക്ക് ഇത് ഉണ്ടാകാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമുക്കപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പഴം വേണം, അതുപോലെ നമുക്ക് ബൂസ്റ്റ്, പീനട്ട് ബട്ടർ, അതുപോലെ തന്നെ ഓട്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ മാംഗോ, അതുപോലെ തന്നെ മിൽക്ക്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഫ്രണ്ട്സ്, ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് ഓട്സ് ആണ്. ഓട്സ് നമ്മളൊന്ന് ശരിക്കും മിക്സ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഓട്സ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഓട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും, നല്ല കിഡിലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഓട്സ് നമ്മൾ മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മിക്സബിലിറ്റി കറക്റ്റായിട്ട് വരാനായിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അരഞ്ഞ് കറക്റ്റായിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ പൊടിഞ്ഞിട്ട് ഈ ഓട്സിലോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഒരു എമൗണ്ടിൽ ഏകദേശം 200 ഗ്രാം മിൽക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്കിപ്പോൾ മാമ്പഴക്കാരിലൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് മാമ്പഴമാണ് കേസ്. അപ്പോൾ ഒരു 200 ഗ്രാം മാമ്പഴം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 200 ഗ്രാം മാമ്പഴം കൂടെ ഞങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. നമ്മുടെ പീനട്ട് ബട്ടറാണ്. ഇപ്പോൾ നമ്മൾ പീനട്ട് ബട്ടറിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് 2 ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു മാസ് ഗെയിനർ ഷേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് നല്ല രീതിയിൽ വേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മസിൽ ബിൽഡിങ്ങിന് കാർബോഹൈഡ്രേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളൊരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. ഒരു റോബസ്റ്റ പഴം നമ്മൾ പീസുകളാക്കി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ ഫൈബർ നമുക്ക് ഈ പഴത്തിനകത്ത് നിന്ന് കിട്ടും ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മിക്സി ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. അത് കാരണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയും അതിൻ്റെ കറക്റ്റ് ഫ്ലേവറും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കിഡിലുമായിട്ട് നമുക്ക് ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് കറക്റ്റ് കൺസിസ്റ്റൻസി ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ക്രീമി, ഒത്തിരി അങ്ങ് ടൈറ്റ് അല്ലാതെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മിൽക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനെ ഇച്ചിരി കൂടി ഇച്ചിരി ലൈറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അടിപൊളി, സൂപ്പർ, ഒന്നും പറയില്ല, സൂപ്പർ ടേസ്റ്റ്. ഗൈസ്, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സാധാരണ ഈ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെന്തെങ്കിലും ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ടേസ്റ്റ് വരാറില്ല. പക്ഷേ നമ്മൾ ഈ ബൂസ്റ്റും അതുപോലെ തന്നെ ഈ മാങ്ങയുടെ ഒക്കെ ഫ്ലേവർ നല്ല ശരിയായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ മറ്റേ ബനാനയൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ബനാനയുടെയും മാംഗോയുടെയും കൂടെ ഫ്ലേവർ മിക്സ് ആയിട്ട് വന്നിട്ട് നല്ലൊരു കിഡിലൻ ടേസ്റ്റ്. അതുപോലെ പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് നമുക്ക് കിഡിലായിട്ട് വരുന്നുണ്ട്. ബൂസ്റ്റും കൂടെ മിക്സ് ആയി ഒരു ചോക്ലേറ്റ്, പീനട്ട് ബട്ടർ, അങ്ങനെ ഒരു ചോക്കോ ക്രീം, അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് കിട്ടുന്നുണ്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ളൊരു സംഭവം. നമ്മൾ സാധാരണ ഹെൽത്ത് മിക്സ് ഒക്കെ കഴിക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇത് നല്ലൊരു ഷെയ്ക്കിൻ്റെ ടേസ്റ്റോടുകൂടി നമുക്ക് കുടിക്കാനും പറ്റും. ഹെൽത്തിയാണ് സംഭവങ്ങൾ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മാക്രോ ന്യൂട്രിയൻസ്, ഇതിൻ്റെ ന്യൂട്രീഷൻസ് ഒക്കെ എങ്ങനെയാണ്, വാല്യൂസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ തന്നെ എത്രയാണെന്ന് നമ്മൾ പറയാം. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകദേശം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 19 ഗ്രാമാണ്. നമ്മൾ ഈ ഉണ്ടാക്കിയ ടോട്ടലിനകത്തുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. 19 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മളിതിനകത്ത് ചേർത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പീനട്ട് ബട്ടറിനകത്ത് നിന്ന് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റിനകത്തുനിന്ന് വരെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതായത് 100 ഗ്രാം ബൂസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏകദേശം 7 സംതിങ് പ്രോട്ടീൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ തന്നെ ബനാനയ്ക്കകത്ത് ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മിൽക്കിൻ്റെ അകത്തും പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതിന് പ്രോട്ടീനുള്ള സംഭവങ്ങളാണ് നമ്മളെല്ലാം എടുത്തേക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 19 ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് ഇതിനകത്ത് ടോട്ടലായിട്ട് കിട്ടും. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം 73 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 19 ഗ്രാം അതായത് ഏകദേശം 20 ഗ്രാം പ്രോട്ടീന് ഏകദേശം 70 ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1:4 റേഷ്യോ, 1:3.5 അങ്ങനെ ആ ഒരു റേഷ്യോ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നല്ല മസിൽ ബിൽഡിങ്ങിന് ഏറ്റവും കിടിലമായിട്ടുള്ളൊരു റേഷ്യോ ആണ് ഈ 1:4 റേഷ്യോ, ഈ 1:3 റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പം അതായത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് റേഷ്യോ. അപ്പോൾ നമുക്ക് കറക്റ്റ് കിടിലമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഇടുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇൻസുലിൻ ഒന്നും സ്പൈക്ക് ചെയ്യാത്ത കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഓട്സും ഫ്രൂട്ട്സും ഒക്കെയാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഓട്സ് നമുക്കറിയാം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന നമ്മുടെ ഇൻസുലിൻ സ്പൈക്ക് ആകും. അതുപോലെ ഭാവിയിൽ ഡയബറ്റിക് പോലുള്ള പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ താങ്ങുമാറ് യൂസ് ചെയ്തേക്കുന്നത്
നമ്മൾ മോശമായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ബൂസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേ പ്രോട്ടീൻ പൗഡർ ഉണ്ടെങ്കിൽ അത് അടിയാം. അപ്പോൾ പ്രോട്ടീൻ്റെ കണ്ടന്റ് അതുപോലെ കൂടുന്നുണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ 73 ഗ്രാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലും അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൈബർ, അതായത് കാർബോഹൈഡ്രേറ്റ് തന്നെയുള്ള ഫൈബർ എന്ന് പറയുന്നത് 8 ഗ്രാം. നമ്മുടെ ഒരാളുടെ ഡെയിലി ഫൈബർ ഇൻടേക്ക് എന്ന് പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട ഫൈബർ ഇൻടേക്ക് ഡെയിലി എന്ന് പറയുന്നത് 25 ഗ്രാം ആണ്. ഈ ഒരു ഡ്രിങ്കിനകത്ത് മാത്രം നമുക്ക് 8 ഗ്രാം ഫൈബർ കിട്ടുന്നുണ്ട് ഗൈസ്. യു ക്യാൻ ഇമാജിൻ ദാറ്റ്. ഓക്കെ, അപ്പം നമുക്ക് കിഡിലൊരു മാസ് ഗെയിനിങ് ഷേക്കാണത്. ഗൈസ്, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫാറ്റിനെ പറ്റിയാണ് കേട്ടോ. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏകദേശം 17 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്. അപ്പോൾ 17 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു മെയിൻ പെർസെൻറ്റേജ് വരുന്നതെന്ന് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീനട്ട് ബട്ടറിൻ്റെ അകത്തുനിന്നാണ്. പീനട്ട് ബട്ടറിനെ പറ്റി നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഫാറ്റ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഏകദേശം നല്ലൊരു എമൗണ്ട് ഫാറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനൊക്കെ കളഞ്ഞ് ഗുഡ് കൊളസ്ട്രോളിനെ എന്താ പറയുക അതിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്ന ഒരു ഫാറ്റാണെന്ന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല. 13 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്രാമാണ്. അപ്പോൾ അതൊരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അത് മാത്രമല്ല നമ്മുടെ ടെസ്റ്റോസ്റ്ററോണൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വളരെ ആവശ്യമാണ് നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 16 ഗ്രാം ഫാറ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്, അതുപോലെ തന്നെ ബൾക്കിംഗ് ആണ് നിങ്ങളുടെ ഗോൾ, അല്ലെങ്കിൽ മസിൽ ബിൽഡിംഗ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ നിങ്ങളുടെ സ്നാക്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ്. സ്നാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ടൈം, ഇല്ലെങ്കിൽ ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്കുള്ള ടൈം, അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ഈ ഏകദേശം ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയ ഫുൾ സാധനത്തിനകത്തുള്ള കലോറി എന്ന് പറയുന്നത് ഏകദേശം 550 കിലോ കാലോറീസ് ഏകദേശം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് ഗോളിന് വളരെ ഡെഫിനറ്റ് ആയിട്ടും ഒരു കിടിലം എഫക്റ്റ് കിട്ടുന്ന ഒരു ഷേക്ക് ആയിരിക്കും ഈ മസിൽ ബിൽഡിംഗ് മാസ് ഗെയിനർ പീനട്ട് ബട്ടർ സ്മൂത്തി എന്ന് പറയുന്നത്. പീനട്ട് ബട്ടർ മാംഗോ ആൻഡ് മിൽക്ക് സ്മൂത്തി കിടിലം സാധനമാണ്. നിങ്ങളെല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ പറഞ്ഞ് ഇത് കുടിച്ച് തീർത്തു ഈ സാധനം. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ താഴെ അഭിപ്രായപ്പെടുത്തുക, രേഖപ്പെടുത്തുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു കിടിലമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഈ ബാക്കിയുള്ള ഷേക്കും കൂടെ കുടിച്ച് തീർക്കട്ടെ. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ ഗൈസ്.